നമസ്കാരം. ദി ചോസൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രകൃതിയുടെ വശ്യമനോഹാരിതമായ മലനിരകളും തേയിലത്തോട്ടങ്ങളും ചന്ദനക്കാടുകളുമെല്ലാം കടന്ന് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് മറയൂർ സർക്കാർ ആശുപത്രിയിലാണ്. ഈ മറയൂരിൻ്റെ സ്വന്തം സിസ്റ്റർ ഡോക്ടറായ ഡോക്ടർ ജീൻ റോസാണ് ഇന്ന് നമ്മളോടൊപ്പം ചോസണിൽ എത്തുന്നത്. അഗതികളുടെ സന്യാസ സമൂഹത്തിൽ അംഗമായ ഡോക്ടർ ജീൻ റോസ് SD ഇന്ന് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ തന്നെ ഒരു ഉന്നതമായ പദവിയിൽ എത്തിയിരിക്കുകയാണ്. ആ സിസ്റ്ററിനെ നമുക്കിന്ന് പരിചയപ്പെടാം. മറയൂർ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർ ജീൻ റോസിൻ്റെ ഓഫീസിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. സിസ്റ്ററെ, ചോസൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലെല്ലാം സിസ്റ്ററിൻ്റെ വിശേഷങ്ങളൊക്കെ കേരള ജനത അറിഞ്ഞു. വളരെ അഭിമാനം തോന്നുകയാണ് ഇപ്പോൾ സിസ്റ്ററിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ. കാരണം കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ എന്ന പദവിയിലെത്തുന്ന ആദ്യ കന്യാസ്ത്രീ, സന്യാസ സമൂഹത്തിലെ ഒരു സന്യാസിനി എന്നൊരു പദവിയാണ് സിസ്റ്ററിലൂടെ. അത് ക്രൈസ്തവ സമൂഹത്തിന് മൊത്തം വളരെ ഒരു അഭിമാന നിമിഷമാണ്. ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പദവി ലഭിച്ചാൽ സിസ്റ്ററിന് എന്താണ് പറയാനുള്ളത്? ഇത് ഒരു ദൈവനിയോഗം എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാരണം ഞാൻ ഈ മറയൂർ മേഖലയിലായിട്ട് ഒരു 10 വർഷത്തിൽ കൂടുതലായി. ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളും എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ ഒരു 25 ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട്. നമ്മൾ പുറത്തൊരു എറണാകുളത്തോ തിരുവനന്തപുരത്തോ ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യവുമല്ല. ക്ലൈമറ്റിൻ്റെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ എത്തിപ്പെടാനായിട്ടുള്ള പ്രശ്നങ്ങൾ, വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ് നമ്മുടെ ഈ ഏരിയയിലുള്ളത്. 13,300 ജനങ്ങൾ പോപ്പുലേഷൻ ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പം ഈ ജനങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഏറെ താല്പര്യത്തോടെയാണ് ഞാൻ കാണുന്നത്. കാരണം ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ ഈശോയുടെ കരുണാർദ്ദ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഞങ്ങളുടെ പേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം തന്നെ സമൂഹത്തിൻ്റെ താഴത്തെ നിലവാരത്തെ ജോലി ആയിരിക്കുന്നവരുടെ കൂടെയുള്ള ജോലികളാണ്. ഞങ്ങളുടെ സ്കൂളുകളുണ്ട്, ആശുപത്രികളുണ്ട്, അനാഥശാലകളുണ്ട്, മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ എവിടെയെല്ലാം ജോലി ചെയ്താലും ഞങ്ങളുടെ ആദ്യത്തെ നോട്ടം എത്തുന്നതന്നെ ഏറ്റവും പാവപ്പെട്ടവരെ ആയിട്ടുള്ള വ്യക്തികളുടെ ഇടയിലേക്ക് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സിസ്റ്റർ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ഒരു സർക്കാർ ഇപ്പോൾ മെഡിക്കൽ ഓഫീസർ എന്ന പദവി അനുസരിച്ച് ഇതിൻ്റെ മൊത്തം അഡ്മിനിസ്ട്രേഷൻ സിസ്റ്ററിൻ്റെ കീഴിലാണ്. അതും ഒരു സർക്കാർ ആശുപത്രിയാണ്. എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മേഖലയിലും ജനങ്ങളും ഇവിടെ വരുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പോൾ ആ ഉത്തരവാദിത്തം അത് എങ്ങനെയാണ് സിസ്റ്റർ അതിനെ കാണുന്നത്? ദൈവം എന്നെ നയിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. കാരണം പലതരത്തിലുള്ള ജനങ്ങളുമായിട്ട് എനിക്ക് സംവേദിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പല രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഇടപെടലുകൾ ഇവിടെ ഉണ്ടാവും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പല പ്രോജക്റ്റുകൾ നടപ്പിലാക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. പക്ഷേ ദൈവം എന്നെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എത്ര നാളെ ഈ സർക്കാർ മേഖലയിൽ സിസ്റ്റർ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? സർക്കാർ മേഖലയിലേക്ക് വന്ന് 2 വർഷം കഴിഞ്ഞു. 2 വർഷം. ഇതിനു മുമ്പ് ഇവിടെ മറയൂർ വന്നിട്ട് ഒരു 6 മാസത്തോളമായി. ഇതിനു മുമ്പ് ഞാൻ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലായിരുന്നു. അവിടെ ഒരു ഫുൾ ടൈം അനസ്തെറ്റിസ്റ്റ് എന്ന നിലയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനൊരു ഈ ഒരു പോസ്റ്റിലേക്ക് എത്തും എന്ന് അങ്ങനെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു അതിനകത്തേക്ക് സിസ്റ്റർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? കുറച്ച് വർഷം മുൻപ് ഞാനൊരു NRHM പോസ്റ്റിൽ ഒരു 2 വർഷത്തോളം ഈ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്തും ഈ നമ്മുടെ ട്രൈബൽ സെറ്റിൽമെൻറ്റിലൊക്കെ പോകാനും അവിടെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, ഇമ്മ്യൂണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമിന്, പിന്നെ ആരോഗ്യശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിശോധനയ്ക്കൊക്കെ ആയിട്ട് ഞാൻ എല്ലാ കുടികളിലും പോയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ആ സമയത്താണ് എൻ്റെ ലോക്കൽ സുപ്പീരിയർ സിസ്റ്റർ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് റിട്ടയർഡായ സ്റ്റാഫ് നേഴ്സായിരുന്നു. സിസ്റ്റർ എന്നെ PSC എഴുതാനായിട്ട് നിർബന്ധിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ പഠിച്ച് പരീക്ഷ എഴുതി ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ നമുക്ക് പാസ്സായി അങ്ങനെ ലഭിച്ചത്. ഇവിടെ ഇപ്പോൾ സിസ്റ്റർ നേരത്തെ പറഞ്ഞതിൽ വളരെയധികം പാവപ്പെട്ട ആളുകളുണ്ട്, ട്രൈബൽസ് ഒരുപാട് പേരുണ്ട്.
ഇവിടെ വരുന്ന രോഗികൾ ഇപ്പോൾ നമുക്കറിയാലോ കുറച്ച് പാവപ്പെട്ടവർ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് വരുന്നത്. സിസ്റ്ററുമായി ഡെയിലി ഇപ്പം ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരുപാട് രോഗികൾ പേഷ്യൻസ് വരുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് അവരുമായി ഡെയിലി എത്ര പേഷ്യൻസിന് വരുന്നുണ്ട് അങ്ങനെയുള്ള നമ്മളുടെ ഒരു ആവറേജ് OPD എന്ന് പറയുന്നത് ഒരു 200-250 അടുത്ത് വരാറുണ്ട്. ചില ദിവസങ്ങളിൽ വേരിയേഷൻ വരാറുണ്ട്. ഇന്നിപ്പോൾ ഇത്തിരി കുറവാണ്. ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു. OP ഉണ്ടാവും. ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് പല ദിവസങ്ങളും ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് ഉണ്ടാവും. നമുക്ക് പല സബ് സെൻ്ററുകളുണ്ട്. സബ് സെൻ്ററുകൾ നമ്മൾ പോയി വിസിറ്റ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണൈസേഷൻ, സ്ത്രീകൾക്കായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ അതൊക്കെ ഉണ്ടാവും. ഗവൺമെൻറ് തന്നെ പല പ്രോഗ്രാംസ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടാവും. ഇപ്പം കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തൊരു കേരളം മൊത്തം ഒരു 1 year പ്രോഗ്രാമാണ്, ഒരു ക്യാൻസർ ഡിറ്റക്ഷൻ പ്രോഗ്രാം. അതിൻ്റെ സ്റ്റെപ്പുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാസം നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും സ്ത്രീകൾക്ക് മാത്രമായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. സ്ത്രീകളുടെ സ്ഥാനാർബുദം, ഗർഭാശയ മുഴകൾ അതൊക്കെ കണ്ടെത്താനുള്ള പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ താഴെ അതിനുള്ള പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ക്രീനിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സിസ്റ്ററിൻ്റെ വിശ്വാസം തിരക്കുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഡോക്ടറാണ്, എപ്പോഴും പേഷ്യൻസ് വരും. എങ്ങനെയാണ് രണ്ടും കൊണ്ടുപോകുന്നത്? ഞാനിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ, കാരണം ഇതൊന്നും മാനുഷികമായ രീതിയിൽ നോക്കിയാൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. എങ്കിലും ഇതൊക്കെ ഒരു ദൈവ നിയോഗമായിട്ടാണ് ഞാനിതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. പലതരത്തിലുള്ള രോഗികൾ ഇവിടെ വരുന്നു. നമുക്കറിയാം പല ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണം തന്നെ അവരുടെ മാനസികമായ അസ്വസ്ഥതകളാണെന്നറിയാം. നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പം ഇത്ര ഒരു പേഷ്യൻസിൻ്റെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാനോ അവരോട് സംസാരിക്കാനോ സമയം കിട്ടാറില്ല. എന്നാൽ പോലും അവരുടെ അസുഖത്തോടൊപ്പം തന്നെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാനും പലപ്പോഴും പല അസ്വസ്ഥതകൾക്കും ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണം മാനസികമായ അസ്വസ്ഥതകൾ കൂടി ആയിരിക്കാം. അപ്പോൾ അവരെ അവിടെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മുടെ പല അസ്വസ്ഥതകളും കുറയുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എന്തെങ്കിലും പേഷ്യൻസ് അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ രോഗികൾ വരുമ്പോഴായാലും ഒരു സിസ്റ്ററിനെ ഡോക്ടർ സ്ഥാനത്ത് കാണുമ്പോൾ അവർക്ക് എപ്പോഴും സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എപ്പോഴും അവർക്ക് പരിചരണവും കാര്യങ്ങളും എപ്പോഴും സാധാരണക്കാർക്ക് എപ്പോഴും ഓടി ചെല്ലാവുന്ന ഒരിടമാണ് ഒരു മഠം അല്ലെങ്കിൽ ഒരു സിസ്റ്റേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ നിങ്ങളും വീടുകൾ കയറി ഓരോരുത്തരുടെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു രോഗി വളരെയധികം ബുദ്ധിമുട്ടിൽ വരുമ്പോൾ സിസ്റ്ററിനെ കാണുമ്പോൾ വല്ലാണ്ട് സന്തോഷം, ഒരു എന്താ പറയുക, അവർക്കൊരു ആശ്വാസം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഷെയർ ചെയ്തതായിട്ടുണ്ടോ? ഒത്തിരി സന്തോഷത്തോടെ അവർ വരാറുണ്ട്, വിളിച്ചു ചോദിച്ചിട്ട് വരാറുണ്ട്. ചില ദിവസങ്ങളിൽ ഒഫീഷ്യലായിട്ടുള്ള പർപ്പസ് കാരണം എനിക്ക് ചിലപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് വന്നിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കാണുവാണെങ്കിൽ പിന്നെ ഉള്ള സമയം നോക്കി തന്നെ അന്വേഷിച്ച് വരുന്നവരുണ്ട്. അങ്ങനെ ആ ഒരു എനിക്ക് തോന്നുന്നു രോഗികൾക്ക് അത് വലിയൊരു ആശ്വാസം കൂടി ആയിരിക്കും. സിസ്റ്ററിന്റെ സഭ SD സമൂഹമാണ്, അഗതികൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ ആരോഗ്യ മേഖല തന്നെയാണോ സഭയുടെ പ്രവർത്തന മേഖല? ഇല്ല, ഞങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങളുടെ സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, വിദ്യാദാന ശുശ്രൂഷയിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഇടപെടുന്നുണ്ട്. സാമൂഹിക പ്രവർത്തനത്തിൽ ഏർപ്പെടാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ സിസ്റ്റർ ജോസിയ, സിസ്റ്റർ വക്കീലാണ്. സിസ്റ്റർ മുട്ടത്ത് കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത്. സിസ്റ്ററും ഒത്തിരി പാവപ്പെട്ട ആരും ബാധിക്കാനില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി സിസ്റ്റർ ഒത്തിരി പ്രവർത്തിക്കാറുണ്ട്. ഞങ്ങളുടെ എല്ലാ സിസ്റ്റേഴ്സും തന്നെ എവിടെയൊക്കെ ഞങ്ങളുടെ ശുശ്രൂഷകളുണ്ടോ അവിടെയെല്ലാം തന്നെ ഞങ്ങളുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് പാവങ്ങൾ തന്നെയാണ്. അതായത് സമൂഹത്തിൽ എല്ലാ വിധത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയോടു കൂടി ആയിരിക്കുക എന്നതാണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ പേര് തന്നെ അഗതികളുടെ സഹോദരന്മാർ എന്നുള്ളതാണല്ലോ. എനിക്ക് തോന്നുന്നു സിസ്റ്റർ കുറച്ചും കൂടി അത് കൂടുതൽ ചെയ്യാനായിട്ട് ഈ ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്ന് സാധിക്കണം. ഒരുപാട് പേരെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് സിസ്റ്റർക്ക്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആശുപത്രി എന്നതിനേക്കാൾ അവിടെ നമുക്ക് എല്ലാത്തിനും ഫീസ് വേണം. ഇപ്പോൾ ഡോക്ടർ കൺസൾട്ടേഷൻ ഫീസ് ഉണ്ട്, മരുന്ന് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്തതിനൊക്കെ പൈസ ഉണ്ട്. ഇവിടെ ചെറിയൊരു തോതിൽ നമ്മൾ പൈസ വാങ്ങിക്കും. ഇപ്പം ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നാൽ ഒരു മാസം 5 രൂപ തന്നാൽ മതി. ഇപ്പോൾ ഈ മാസം 1-ാം തീയതി വന്നു, ഒരു 5 രൂപ എടുത്താൽ പിന്നെ എപ്പോൾ വന്നാൽ പോലും നമുക്ക് ആ വേറെ കൺസൾട്ടേഷൻ പൈസ ഇല്ല. അതൊരു നമ്മൾ ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റിയിൽ ഒരു ഫണ്ടായിട്ട് അതെല്ലാ ഹോസ്പിറ്റലും എല്ലാ ഗവൺമെന്റ് ആശുപത്രി. ഇനി അത് ഒട്ടും അത് തരാൻ വയ്യാത്തവരാണെങ്കിൽ നമ്മളത് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ മറയൂര് സിസ്റ്റർ ചോദിച്ചു മേടിച്ചു എന്ന് പറഞ്ഞു, സിസ്റ്റർ പരിചയമുള്ളതെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഒരു മെഡിക്കൽ ആരോഗ്യപരമായ കാര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലൊക്കെ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എറണാകുളം എത്തണം, അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് എത്തണം. അതും മൂന്നാറൊക്കെ കിടന്ന് വഴിയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്രമാത്രം ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു മറയൂർ പ്രദേശം. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ
ഓടിയെത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ അത് എത്രത്തോളം വെല്ലുവിളി നോക്കും സിസ്റ്റർ? ഇപ്പോൾ ചിന്തിക്കുമ്പോഴേലും ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വന്യമൃഗ ആക്രമണങ്ങളാൽ ഒരുപാട് പേർക്ക് പലതും സംഭവിക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണ് ആന ചവിട്ടി കൊന്നത്. അങ്ങനെയുള്ള പല കാഷ്വാലിറ്റീസ് ആയ സംഭവം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പോൾ എത്ര വെല്ലുവിളി നേരിടുന്നുണ്ട്? അത് സിസ്റ്ററിനെ ആശങ്ക ഉണർത്തുന്നുണ്ടോ? ഉണ്ട്. പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായ ഒരു ഹാർട്ട് അറ്റാക്കോ ഒക്കെ ആയിട്ടൊരു പേഷ്യൻ്റ് വന്നാൽ ഇവിടുന്ന് ഒരു നിയറസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പറയാൻ ഒന്നെങ്കിൽ നമുക്ക് അടിമാലി പോകണം, അല്ലെങ്കിൽ ഉടുമ്പൽപേട്ട പോകണം. തമിഴ്നാട്ടിലാണ് 1 മണിക്കൂറിൻ്റെ എത്താം. അപ്പോൾ അടിമാലിലൊക്കെ ആണെങ്കിൽ ഒരു 2-2.5 മണിക്കൂറൊക്കെ എത്തും. പിന്നെ നമ്മൾ എപ്പോഴും ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ശേഷമാണ് നമ്മൾ പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുന്നത്. നമുക്ക് ഇടവഴിയിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല, ദൈവം അനുഗ്രഹിച്ചെന്ന് വരെ. അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് നമുക്കിങ്ങനെ. ഇനിയും അങ്ങനെയുള്ള ഒരു ആശങ്കകളുണ്ടോ? ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഈ റിമോട്ട് ഏരിയ വർക്ക് ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിൻ്റെയും ഒരു അസ്വസ്ഥതകൾ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ഞാനിവിടെ സഹായകരി ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അവിടെ സംബന്ധിച്ച് ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, പീഡിയാട്രിഷ്യൻ ഉണ്ട്, അനസ്തറ്റിസ്റ്റായിട്ട് ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ അതിലുപരി മെഡിക്കൽ സംബന്ധമായ കേസുകൾ വന്നു കഴിയുമ്പം ഒരു ബ്ലഡ് ബാങ്കോ ഒന്നും നമുക്കില്ല. ഇപ്പോൾ ഒരു ഓർത്തോ സംബന്ധമായ ഒരു പേഷ്യൻ്റ് വീണോ ഫ്രാക്ചറായി ഒരു എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് അടിമാലി വരെ എത്തിക്കണം. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒരു സ്ട്രോക്ക് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേഷ്യൻ്റ് വന്നു. അപ്പോൾ നമുക്ക് പറയും ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ആ ഒരു മണിക്കൂർ. അപ്പോൾ എത്രയും സമയത്ത് എത്തിക്കുക എന്ന് പറയുമ്പം നമ്മൾ എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ ഒരു പ്രാഥമിക ട്രീറ്റ്മെൻറ്റ് എല്ലാം കൊടുത്തതിന് ശേഷം പേഷ്യൻറ്റിനെ റെസസിറ്റേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ റെഫർ ചെയ്യാറുള്ളൂ. പക്ഷേ എന്നാൽ ഒരു പേഷ്യൻ്റ് പോയി കഴിഞ്ഞ ശേഷം റെഫർ ചെയ്ത് വിട്ടാലും നമ്മൾ അതിൻ്റെ ബാക്കി നമ്മൾ ഫോൺ വഴിയാണെങ്കിൽ അന്വേഷിക്കാറുണ്ട്. ചെയ്യാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സജഷൻസ് എങ്കിലും സിസ്റ്റർ വെച്ചിട്ടുണ്ടോ? കാരണം ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ ടൈമിലെല്ലാം ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ മൂന്നാർക്ക് ആ ഒരു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പരിധി നടത്തിയായിരുന്നു. അപ്പം അന്ന് ഇവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് മറയൂർ, കാന്തല്ലൂർ ജനങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് നല്ലൊരു മെഡിക്കൽ സൗകര്യം കിട്ടുന്നില്ല, റോഡ് സൗകര്യമില്ല. അത് രണ്ടും കണക്ട് ചെയ്താൽ പറയുന്നത്. കാരണം മെഡിക്കൽ ഒരു ഗവൺമെൻറ് ഒരു വണ്ടി കൊണ്ട് പോയി ഉണ്ടെങ്കിൽ ബ്ലോക്ക് ആയിരിക്കും മിക്കപ്പോഴും ഈ ഇരവികുളം അങ്ങനെയുള്ളതൊക്കെ ചെന്നെത്തുമ്പോഴൊക്കെ. അപ്പോൾ ഇതിനെ ഓർക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു കാർഡിയോളജിസ്റ്റ് വരിക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗം നിർണയിച്ചു, ഓക്കെ, അദ്ദേഹം ഒരു ECG നോക്കി അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഒരു ഹാർട്ട് അറ്റാക്കാണ്. ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും. അപ്പം അതിനനുസരിച്ച് സൗകര്യങ്ങളൊന്നും ഇവിടെയില്ല. അപ്പം ഒരു ഡോക്ടർ വന്നതുകൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു അനസ്തറ്റിസ്റ്റായിട്ട് ഞാനിവിടെ വന്നാലും ഇപ്പം ബാക്കി സെറ്റപ്പുകളെല്ലാം വേണം. ഇപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് ഇവിടെ വന്നിരുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഡെലിവറി പോലും എടുക്കാൻ സാധിക്കില്ല. കാരണം തിയേറ്റർ ഇല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി സെക്ഷൻ ഡോക്ടേഴ്സ് ഇല്ല, ഇപ്പോൾ പീഡിയാട്രീഷ്യൻ ഇല്ല, അല്ലെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ അനസ്തറ്റിസ്റ്റ് ഇല്ല, ബ്ലഡ് ബാങ്ക് ഇല്ല, തിയേറ്റർ ഇല്ല, അതിനോട് യോജിച്ച സ്റ്റാഫുകളില്ല. അങ്ങനത്തെ എല്ലാ ഡ്രോബാക്സ് നമുക്കിവിടെ ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടിയാണ് ഈ ഒരു മേഖലയിൽ. എന്തെങ്കിലും അനുഭവങ്ങൾ സിസ്റ്ററിന് ഷെയർ ചെയ്യാനുണ്ട്? അതായത് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അതും ഒപ്പം ഒരു കന്യാസ്ത്രീ അല്ലെങ്കിൽ ഒരു സന്യാസിനി, ക്രൈസ്തവ സന്യാസിനി, കത്തോലിക്ക സന്യാസിനിയും ഒപ്പം ഒരു ഡോക്ടറും സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഈ ഒരു മേഖലയിൽ എന്തെങ്കിലും പങ്കുവയ്ക്കാൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഞാനിവിടെ NRS വർക്ക് ചെയ്ത സമയത്താണ് ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. അത് രാവിലെ ഒരു പേഷ്യന്റ് പ്രസവിച്ചു. എവിടെ 17-18 കിലോമീറ്റർ ഉള്ളിൽ പോകണം, ഓഫ് റോഡാണ്, വെള്ളക്കല്ല് കൂടി എന്ന് പറയും. ഈ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നവംബർ ഡിസംബർ നല്ല തണുപ്പുള്ള സമയം. പിന്നെ ആ റോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരാൾക്ക് കഷ്ടി നടന്നു പോകാം. തിക്ക് ഫോറസ്റ്റ് പോലെയാണ്. വന്യമൃഗങ്ങൾ, ആന, കടുവ, പുലി, ഇതിൻ്റെ എല്ലാം ശല്യമുള്ള ഒരു വഴി കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അപ്പം ഫോൺ വന്ന് ഞാൻ കോൺവെൻറ്റ് ചോദിച്ച സിസ്റ്റേഴ്സിനോട് ഞാനൊന്ന് പൊക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും സങ്കടമായി. കാരണം എന്തോ ഉറപ്പില്ല, പോകുന്നു, സന്ധ്യയായി, പകലും അല്ല നമ്മൾ പോകുന്നത്. അപ്പം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഉഷാ ഹെൻറി മാഡം ഉണ്ടായിരുന്നു. മാഡം എന്നെ വിളിച്ചു. അപ്പോൾ മാഡം വേഗം അറേഞ്ച് ചെയ്തു. ഫോറസ്റ്റിൽ നിന്ന് സ്റ്റാഫ് വന്നു, പോലീസിൽ നിന്ന് 2-3 പേര് വന്നു, ഇവിടുത്തെ നാട്ടുകാരായ കുറച്ച് നല്ല ചെറുപ്പക്കാർ കൂടി. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് രാത്രി ഒരു 6:30-7 മണിയോട് കൂടി വെള്ളക്കല്ല് കുടിയിലേക്ക് യാത്രയായി. ടോർച്ചിൻ്റെ വെട്ടത്തിലാണ് ഞങ്ങൾ നടക്കുന്നത്. നടന്നു പോകാൻ വഴിയില്ല, റോഡില്ലാത്ത സമയമാണ്. അപ്പം നമുക്ക് വഴി പരിചയമില്ല. കാല് തെറ്റിയാൽ ചിലപ്പോൾ നല്ല കുഴിയിലേക്കായിരിക്കും പോകുന്നത്. പിന്നെ മൃഗങ്ങളുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് രാത്രി ഒരു 10-10:15 അപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് ആരും ഉണ്ടായില്ല. പിന്നെ ലേഡീസ് ഇവിടുത്തെ ഒരു നേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ മാഡം ഉണ്ടായിരുന്നു, ഉഷാ ഹെൻറി, അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ജെൻസായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ നടന്നു ചെന്നു. അവിടെ ചെന്ന് ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ കുഞ്ഞിൻ്റെ പ്ലാസൻ്റ മാറ്റി
അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായ ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്ത് അന്ന് രാത്രി ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാന്ന് പറയുമ്പോൾ അതിനുള്ള മുറികൾ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഒരു കുഞ്ഞ് അംഗൻവാടി മാത്രമേ ഉള്ളൂ. പുരുഷന്മാരെല്ലാവരും ഒരു തീയൊക്കെ കത്തിച്ച് രാത്രി മുഴുവൻ അവിടെ ചെലവഴിച്ചു. ഞങ്ങൾ അംഗൻവാടിയിൽ നിലത്തൊക്കെ കിടന്നുറങ്ങി നേരം കൊടുത്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി പോന്നു. അതൊക്കെ തിരിഞ്ഞു നോക്കുമ്പം അന്ന് വലിയ വെല്ലുവിളിയായിട്ടാണ് ഞാൻ എന്നെ ഏറ്റെടുത്ത്. തിരിച്ചു വന്നപ്പോൾ കൈയെല്ലാം പൊട്ടി, കാരണം വടിയൊക്കെ കുത്തിപ്പിടിച്ച് പോകാൻ ഇത്രയും മണിക്കൂറുകൾ 18 കിലോമീറ്റർ ഓഫ് റോഡാണ്, ഹിൽ ഏരിയ. അങ്ങനെ എത്ര വർഷം മുമ്പായിരുന്നു? അതൊരു 7-8 വർഷം മുന്നേ ആയിരുന്നു. ബാക്കല്ല അന്ന് ഇന്ന് പക്ഷേ ആ റോഡ് നന്നായി. ജസ്റ്റ് വണ്ടി സാധാരണ വണ്ടികൾ പോകത്തില്ല, ഈ 4 വീലർ ജീപ്പ് മാത്രം കയറി പോകും. ഇതുപോലുള്ള മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള വെല്ലുവിളികളും വരുന്നുണ്ട്. ഒരു സിസ്റ്റർ ആയിരിക്കെ തന്നെ ഇങ്ങനെയുള്ള സമയവും കാര്യങ്ങളും നോക്കാണ്ട് തന്നെ ഇങ്ങനെ യാതൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി സിസ്റ്റർ. ഇവിടുത്തെ ഈ ട്രൈബൽ പോപ്പുലേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരത്തില്ല. ഇപ്പം നമ്മുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവരുമായിട്ട് സമ്പർക്കം കൊണ്ട് കുറച്ചൊക്കെ ഇവർ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരും. അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ കാണാം, നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് അവരെ ഇൻഫോം ചെയ്ത് നമ്മളവിടെ ചെല്ലുമ്പോഴത്തേനും ഇവർ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പുറത്തേക്ക് ഇടുക, സാരി ഇട്ട് ഇങ്ങനെ പുറത്തേക്ക് കെട്ടിത്തുകയാണ്. എന്നിട്ട് ഇവർ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഓടിപ്പോവും. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ആരും കാണില്ല, ഇവരെല്ലാം കാട്ടിലേക്ക് കയറിപ്പോവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇന്ന് പക്ഷെ അതെല്ലാം മാറി. നമ്മൾ നിരന്തരമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളും അവരുമായിട്ടുള്ള പരിചയവും ബന്ധവും മൂലം അവരിപ്പോൾ നമ്മൾ അങ്ങനെ ഓടത്തൊന്നുമില്ല. കുറച്ചുകൂടെ ഇറങ്ങി വരാനും അവർക്ക് എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയാനൊക്കെ അവർ കുറച്ചുകൂടെ തയ്യാറാകുന്നുണ്ട്. അവർ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഈശോ ഇപ്പോൾ ഈ രോഗികളെ പരിചരിക്കുക, അല്ലെങ്കിൽ അത് അവിടെ ഓടി ചെന്നെത്തുക, ഇത് നമ്മൾ അതിൻ്റെ ഒരു സ്ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ സിസ്റ്റർ അതിനു വേണ്ടി സമയവും ആരോഗ്യവും എല്ലാം മാറ്റി വെച്ച് ചെന്നെത്തി ശുശ്രൂഷിക്കാനുള്ളൊരു ഭാഗ്യം ഈ ഒരു ഉടുപ്പിലും ഈ ഒരു മേഖലയിലും സിസ്റ്റർക്ക് ലഭിക്കുന്നു എന്നുള്ളത് അല്ലേ? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ദൈവം നമുക്ക് ദാനമായിട്ട് തന്ന ആരോഗ്യമല്ലേ. പഠനവും ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുന്നു. എത്രയോ പേര് പഠിക്കാൻ കഴിവുണ്ടാഞ്ഞിട്ടും പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പോകുന്നത് നമുക്കറിയാം. ഒത്തിരി പേരുണ്ട്. ഇപ്പം ദൈവം എനിക്ക് ദാനമായിട്ട് ഈ ജീവിതം തന്നു, സന്യാസവിളി എനിക്ക് തന്നു. ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ ജീവിതത്തെ ഞാൻ തിരഞ്ഞെടുത്തും ഇന്ന് ജീവിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ തന്ന ആരോഗ്യവും സമയവും കഴിവുകളെല്ലാം എന്നേക്ക് ഏൽപ്പിക്കപ്പെട്ട ജനതകളുടെ ഇടയിൽ പ്രയോഗിക്കുക എന്ന് തന്നെയാണ് ഞാൻ ഇന്നിപ്പോൾ ഞാൻ പോകുന്ന വഴി ഒന്ന് വീഴുകയോ വല്ലതും ചെയ്താലും മതി, ലൈഫിൽ ഞാനൊരു ബെഡ് റിഡനായിട്ട് കിടക്കാൻ. അപ്പോൾ ഇന്ന് തമ്പുരാൻ എനിക്ക് ദാനമായി കിട്ടിയ ഈ ദിവസം ഏറ്റവും മാക്സിമം വിനിയോഗിക്കുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സിസ്റ്റർ എന്തുകൊണ്ടാണ് സിസ്റ്റർ ഈ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു മേഖല, ഈ ആരോഗ്യ മേഖലയിലേക്ക് ഒരു ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം എങ്ങനെയായിരുന്നു വന്നത്? എനിക്ക് സത്യത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ +2 പഠനത്തിന് ശേഷം, ഞാൻ കോൺവെൻറ്റ് ചേർന്നതിന് ശേഷമാണ് +2 പഠിക്കുന്നത്. സുപ്പീരിയേഴ്സ് എന്നോട് മെഡിസിൻ പഠിക്കുവാനായിട്ട് അതിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് പോകാനൊക്കെ ആയിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങനെ സുപ്പീരിയേഴ്സിന് ഒരു നോ പറയാറില്ലായിരുന്നു. അവരെന്ത് കാര്യം ചോദിച്ചില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പോകാനായിട്ടാണ് പറഞ്ഞപ്പം ഞാൻ അവന് പോയി പഠിച്ചു, പരീക്ഷ എഴുതി, ദൈവം അനുഗ്രഹിച്ച് കിട്ടി. പഠന മേഖലകളിൽ പഠനമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ കോഴിക്കോടായിരുന്നു. കോഴിക്കോട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലുണ്ട്, പുല്ലൂരാമ്പാറ എന്ന് പറയും, അവിടെ വർക്ക് ചെയ്തു. പഠിച്ചത് സിസ്റ്റർ ബാംഗ്ലൂർ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ കോളേജിലാണ് പഠിച്ചത്. 2 വർഷം ഞാൻ ഈ കോഴിക്കോട് പുല്ലൂരാമ്പാറ വർക്ക് ചെയ്തു ജൂനിയർ ഡോക്ടറായിട്ട്. അതിനുശേഷം പിന്നെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അനസ്തീഷ്യയാണ് ചെയ്തത്. സെയിം കോളേജിൽ തന്നെയാണ് ചെയ്തത്. അതിനുശേഷം ആ പഠനത്തിന് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവിടെ വർക്ക് ചെയ്തത്, മറയൂരാണ് വർക്ക് ചെയ്തത്. ഈ സിസ്റ്റർ മറ്റേ +2 കഴിഞ്ഞപ്പോഴാണ് സിസ്റ്റർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു സന്യാസ ഈ ഒരു ഡോക്ടർ മേഖലയിൽ എടുക്കണം എന്ന് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു? ഡോക്ടർ മേഖല എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതെന്താ അപ്പോൾ ഇങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്താ തോന്നി ആദ്യം? ഇല്ല, സുപ്പീരിയേഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ കൂടെ സമ്മതം മൂളി പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? വലിയ പ്രതീക്ഷയൊന്നും എനിക്കൊന്നും ഉണ്ടായില്ല. പിന്നെ സുപ്പീരിയേഴ്സിന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു കൂടെ. അതായത് സിസ്റ്റർ അപ്പോൾ ഈ MBBS പഠിക്കാൻ പോകുന്നത് സിസ്റ്റർ അതിന് ഉടുപ്പ് കിട്ടിയതിന് ശേഷമാണോ അതോ മഠത്തിലേക്ക് വന്നതിന് ശേഷമാണോ? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കോൺവെൻറ്റിൽ ചേർന്നു. പിന്നീട് ഞങ്ങൾക്കൊരു 4 വർഷം ഞങ്ങൾക്ക് ഫോർമേഷൻ, ഞങ്ങൾ സിസ്റ്റർ ആകുന്നതിന് മുമ്പുള്ളൊരു പരിശീലന കാലഘട്ടമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ +2 പഠിക്കാനായിട്ട് മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ നിന്നാണ് പഠിക്കുന്നത്. ആ പഠനത്തിന് ശേഷം ഞാൻ പിന്നീട് എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. തൃശ്ശൂരായിരുന്നത്. തൃശ്ശൂർ ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ MBBS എക്സാം എഴുതി ക്ലിയറായി MBBS പഠിക്കുന്നത്. അതിനുശേഷം ഞാൻ പിന്നീട് ഞാൻ സൂചിപ്പിച്ചതുപോലെ
കോഴിക്കോട് പുല്ലൂരാമ്പാറയായിരുന്നു. ഈ പഠന മേഖലയിലേക്ക് വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു, പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം? പഠനകാലം ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു ബ്രേക്ക് ഉണ്ടല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഫോർമേഷൻ്റെ ഒരു കാലം. അപ്പോൾ ആ ഒരു ബ്രേക്കൊക്കെ പോലെ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹത്തിലെല്ലാം തരണം ചെയ്യാനായിട്ട് തമ്പുരാൻ സഹായിച്ചു. സുപ്പീരിയേഴ്സിൻ്റെ വലിയൊരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കൂടെ പഠിക്കുന്ന സഹപാഠികളുടെയും അതിൻ്റെ എല്ലാം ബലത്തിൽ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് പോരാൻ സാധിച്ചു. സിസ്റ്ററിൻ്റെ ഡ്യൂട്ടി ടൈം എങ്ങനെയാണ് ഇവിടെയുള്ള, അതായത് ഈ ഒരു മെഡിക്കൽ ഓഫീസർ എന്ന പദവിയിലിരിക്കുമ്പോൾ എങ്ങനെയാണ് ഡ്യൂട്ടി ടൈമൊക്കെ എത്ര മണിക്കൊക്കെയാണ് വരണം? രാവിലെ 9 മണിയാകുമ്പോഴത്തേനും ഞങ്ങളുടെ OP പതുക്കെ തുടങ്ങും. 9 മണി തൊട്ട് 2-2:30 പേഷ്യൻസ് തീരുന്നതനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ OP ഇടയ്ക്ക് തന്നെ ചിലപ്പോൾ മറ്റ് കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ പോകേണ്ടി വരും. ചിലപ്പോൾ ഇമ്മ്യൂണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കേണ്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ പോകേണ്ടി വരും. ചിലപ്പോൾ ഞങ്ങളെ മറ്റ് മീറ്റിങ്ങിന് വിളിക്കാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, ഒത്തിരി പ്രോജക്റ്റുകൾ നമുക്ക് ഉണ്ട്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനായിട്ട് ബന്ധപ്പെട്ടോ അതിൻ്റെ ഇവാലുവേഷനൊക്കെ ആയിട്ട് ദേവികുളം ബ്ലോക്കിൻ്റെ കീഴിലാണ് നമ്മൾ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദേവികുളത്തിന് വിളിക്കും. പിന്നെ ചിത്രപുരത്താണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇടയ്ക്ക് മീറ്റിങ്ങിന് പോകേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ DMO ഓഫീസ് എന്ന് പറയുന്നത് ചെറുതോണിയിലാണ്. അപ്പോൾ മാസത്തിലൊന്ന് DMOയുടെ നേതൃത്വത്തിലുള്ള ഇവാലുവേഷനും നമ്മൾ പോകേണ്ടതായിട്ട് വരാം. അങ്ങനെ അത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. എന്തായാലും ഡെയിലി പേഷ്യൻസിനെ പരിശോധിക്കണം? ഡെയിലി ഞാൻ പരിശോധിക്കാറുണ്ട്. അത് എല്ലാ പേഷ്യൻസിനെയും, എല്ലാ തരത്തിലുള്ള പേഷ്യൻസിനും, ഇവിടെ വരുന്ന പേഷ്യൻസിനെ എല്ലാം ഞങ്ങൾ നോക്കണം. ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകത, ഇത് 4 പഞ്ചായത്തുകൾ ഈ ബ്ലോക്ക് ഹോസ്പിറ്റലിൻ്റെ കീഴിലായിട്ട് വരും. പട്ടവട, മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ പഞ്ചായത്തുകൾ. അപ്പോൾ ഈ 4 ബ്ലോക്കിലുമുള്ള പാലിയേറ്റീവ് പേഷ്യൻസ്, അത് പ്രൈമറി പാലിയേറ്റീവ്, സെക്കൻഡറി പാലിയേറ്റീവ് ഉണ്ട്. പ്രൈമറി പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ അവർ സ്റ്റാഫ് വീടുകളിൽ ബെഡഡനായിട്ടുള്ള പേഷ്യൻസിനെ വീടുകളിൽ പോയി പരിശോധിക്കും. സെക്കൻഡറി പാലിയേറ്റീവ് സ്റ്റാഫ് ഈ പ്രൈമറി പാലിയേറ്റീവിന് പറ്റാത്ത പേഷ്യൻസിനെയാണ് സെക്കൻഡറി പാലിയേറ്റീവിന് കൊടുക്കുന്നത്. പ്രൈമറി പാലിയേറ്റീവ് സ്റ്റാഫ് ഈ പഞ്ചായത്തിലുള്ള പേഷ്യൻസിന് മാത്രമാണ് കാണുന്നത്. സെക്കൻഡറി പാലിയേറ്റീവ് സ്റ്റാഫ് ഈ 3 പഞ്ചായത്തിലും പോയി കാണേണ്ട ആവശ്യമുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. സിസ്റ്ററെ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. ചോസൻ എന്ന ഈ പ്രോഗ്രാമിൽ സിസ്റ്റർ ജീൻ റോസ് ആയിരുന്നു ഇപ്പോൾ നമ്മോടൊപ്പം വിശേഷങ്ങളും തൻ്റെ സന്യാസ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഈ ഒരു ഉന്നത പദവിയെക്കുറിച്ചും ഒപ്പം ഈ ഒരു ഹോസ്പിറ്റലും അതിൻ്റെ പ്രവർത്തനങ്ങളും ആരോഗ്യ മേഖലയിലുള്ള തൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം പങ്കുവച്ചത്. സിസ്റ്ററുമായിട്ടുള്ള നമ്മുടെ ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നില്ല. സിസ്റ്റർ തൻ്റെ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനെക്കുറിച്ചും എന്തുകൊണ്ട് സന്യാസം സ്വീകരിച്ചു എന്നതിനെക്കുറിച്ചുമെല്ലാം അടുത്ത എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ചോസൻ എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.